അത് മാത്രമല്ല, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി വരാനിരിക്കുന്ന സംഭവം, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമത്രേ. മുസ്ലിമീങ്ങളെ കാലഘട്ടത്തിലുള്ളവർ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ മല ഉയർന്നു വരുമ്പോ സ്വർണം അല്പം കരഗതമാക്കാൻ വേണ്ടി ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ കഴിയുന്നതാകുന്ന മനുഷ്യൻ ജനങ്ങൾ അങ്ങോട്ട് ഓടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഖബറിനെ കൊണ്ടും മഹ്ശറയെ കൊണ്ടും വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഓടരുതേ, ഓടരുതേ. യുഖ്തലു 99 ഫിൽ മിആ, അങ്ങോട്ട് പോകുന്ന 99% ആളുകളും 100-ൽ വധിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ പോകുന്ന 100-ൽ 99% ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിച്ചു പോകും. നബി മുഹമ്മദ് റസൂലുള്ളാഹി വധിക്കപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. കയ്യിൽ പൈസയൊന്നും ഇല്ല, ആരുടെ കയ്യിലും, ഒരാളുടെ കയ്യിലില്ല, ഒരാളുടെ കയ്യില്ല. അറബ് സമൂഹത്തെ മുഴുവനും കെട്ടിവരിക്കപ്പെടും. അവരുടെ കയ്യും കാലും കൂടെ കൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് മുഴുവനും ചോർന്നെടുക്കും മറ്റുള്ളവർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അറബ് സമൂഹത്തിലെ ആളുകൾ മറ്റുള്ളവർക്ക് ഓശാന പാടുന്ന തരത്തിലേക്ക് ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോശപ്പെട്ട തലത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാണ് റസൂൽ പറഞ്ഞത് കറക്റ്റ്. പല രീതിയിലുള്ള അക്രമങ്ങൾക്കും ഇവരായിരിക്കും പിന്തുണ കൊടുക്കുക. പല രീതിയിലുള്ള വേശ്യാലയങ്ങൾ തുറക്കാനും ഇവരായിരിക്കും മുമ്പന്തി ഉണ്ടാവുക. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അറബികളുടെ കയ്യും കാലും കൂട്ടപ്പെടും. ആര പറയുന്ന അറബ് രാജ്യങ്ങളുടെ മുഴുവൻ, അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ, 55ഓളം അറബ് രാഷ്ട്രങ്ങൾ നമുക്കുണ്ട്. ഐക്യപ്പെട്ട് നിന്നാൽ അതിനേക്കാൾ വലിയ ഐക്യതാണ്. ലോകത്ത് 55ഓളം അറബ് രാഷ്ട്രങ്ങളുണ്ട്. എവിടെ ഐക്യപ്പെടുന്നു? മാറി മാറി നിൽക്കുകയാണ്. തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അതാണ് വ്യക്തമാക്കിയത്. ആ സമയത്താണ് അവർക്കിടയിലേക്ക് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല ഉയർന്നു വരുന്നത്. ജനങ്ങളുടെ കയ്യിൽ പണമില്ല. ലോകത്തുള്ള സർവ്വജനങ്ങളും ഓടി വരികയാണ്. എല്ലാ ആളുകളും അങ്ങോട്ട് ഓടുമ്പോ, അല്ലയോ മുഅ്മിനേ, മുഅ്മിനത്തേ, നിങ്ങൾ ദുനിയാവിൽ സ്വർണത്തിന് വ്യാമോഹം വെച്ചതുപോലെ അവിടേക്ക് നിങ്ങൾ ഓടരുതേ, ഓടരുതേ. അവിടെ വലിയ യുദ്ധം നടക്കുമേ, യുദ്ധം നടക്കുമേ. യുഖ്തലു 99 ഫിൽ മിആ, 100-ൽ 99% ആളുകളും വധിക്കപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സാറേ, 1% ബാക്കിയുണ്ടല്ലോ. 99 പറഞ്ഞല്ലോ. ആ 1% കാസർഗോഡുള്ള ചാട്ടുംകുഴിയിലുള്ള നമ്മളാണെങ്കിലോ എന്ന് നിന്റെ മനസ്സിൽ വരണ്ട. യഹ്സബു കുല്ലു വാഹിദിൻ മിൻഹും അനല്ലദീ അൻജു ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങോട്ട് പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്താ ഉണ്ടാകുക? രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും. യഹ്സബു കുല്ലു വാഹിദിൻ മിൻഹും അനല്ലദീ അൻജു. പോകുന്ന ഓരോരുത്തരും മനസ്സിൽ കരുതുന്നത് രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാവരും ഓടുക. പക്ഷേ യുഖ്തലു 99 ഫിൽ മിആ, 100-ൽ 99% ആളുകളും വധിക്കപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളാണ്, വരാനിരിക്കുന്ന സംഭവം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആ സമയത്താണ് യക്സുറു സിനാ വയക്സുറു ഔലാദു അസ്സിനാ. വ്യഭിചാരം അധികരിക്കും സഹാബ. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും മക്കളും അധികരിക്കും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ.
അങ്ങനത്തെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്കൊക്കെ എത്തി. കാരണം വ്യഭിചാരം ഇപ്പോൾ തന്നെ നാട്ടിൽ വല്ലാതെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സദാചാരത്തിന്റെ പേരിൽ ചുംബന സമരങ്ങൾ കേരളക്കരയിൽ നടന്നു. സദാചാരത്തിന്റെ പേരിൽ അവസാനം ഈ സദാചാരത്തിന്റെ പേരിൽ ചുംബന സമരം നടത്തിയതാകുന്ന ആളുകളെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോ കേരളക്കര മുഴുവനും എന്നല്ല ലോകം മുഴുവനും ഞെട്ടിക്കുന്നതാകുന്ന സെക്സ് റാക്കറ്റിന്റെ 1-ാം നമ്പർ കളികളാണ്. 1-ാം നമ്പർ സദാചാരത്തിന്റെ ആളുകളാണ്. ശിശുപാലൻ, പശുപാലൻ, എന്റെ ഭാര്യ രശ്മി അവന്റെ അടുക്കല വന്നിട്ട് പറഞ്ഞത്, ഭാര്യ എങ്ങനെയാടേ കാര്യങ്ങളൊക്കെ വല്ലതും നടക്കുമോ? അപ്പൊ പറഞ്ഞു 80,000 രൂപയാണെങ്കിൽ ഭാര്യ തന്നേക്കാം റാഹത്താക്കാൻ വേണ്ടി. അവൻ പറഞ്ഞു മറ്റവൻ പറഞ്ഞു, ഇവിടെ 80,000 ഒന്നും എന്റെ ഇല്ലടാ, 50,000-ത്തിനാണെങ്കിൽ നല്ല പാങ്ങായിരുന്നു, റാഹത്തായിരുന്നു, നടക്കുവോ? 50,000-ത്തിനാണെങ്കിൽ നടക്കുവോ? സ്വന്തം ഭാര്യയെ മറ്റൊരുത്തം വന്ന് ചോദിക്കൽ, അപ്പൊ കൊടുക്കുക റാഹത്താക്കാൻ വേണ്ടി. സെക്സ് റാക്കറ്റ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവർ രണ്ടുപേരുമാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ കോരളക്ക സൃഷ്ടിച്ച ചുംബന സമരം തുടങ്ങി വെച്ചത്. നേതൃത്വം അവരായിരുന്നു. അവസാനം പിടികൂടിയപ്പോഴത്തേക്കും കൊച്ചി ഏറ്റവും വലിയ നെട്ടിത്തെരിക്കുന്ന രീതിയിൽ കൊച്ചി മുഴുവൻ മാറി. കേരളം മുഴുവൻ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും വലിയ പെൺവാണിഭ റാക്കറ്റ് അതിന്റെ മെയിൻ ആളുകളാണ്. സ്വന്തം ഭാര്യയെ വെച്ച് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എടാ 50,000-ത്തിനാണ് നടക്കോ എന്ന് മറ്റൊരുത്തൻ ചോദിച്ചപ്പോ 50,000-ത്തിലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് കൈ കൊടുക്കണം. ഓക്കെ, സ്വന്തം ഭാര്യയുടെ വില പോലും കറക്റ്റ് 80,000-ത്തിനാണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് മറ്റോ വില പേശയടാ 80,000 വേണ്ടടാ, വല്ലവരും ഒക്കെ എടുത്ത് കയറി ഇറങ്ങിയതല്ലേ, ഇനി നമുക്ക് 50,000-ത്തിന് താ എന്ന് പറഞ്ഞപ്പോ ശരി 50,000 റാഹത്തിന് 50,000 രൂപ അക്കൗണ്ട് ഇട്ടേക്ക്, അക്കൗണ്ട് നമ്പർ അയച്ചേ. ഇതാണ് ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ലോകം പോയ പോക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും മോശപ്പെട്ടതാകുന്ന രീതിയിലേക്ക്, കാമത്തിന്റെ കേളിയിലേക്ക് സ്വന്തം ഭാര്യയെ പോലും കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കേരളക്കര മാറിയില്ലേ? ആരാണ് ഇവിടെ കുറ്റക്കാര്? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? സമസ്തയുടെ ഉലമാക്കളാണോ? ആരാണ് ഇവിടെ കുറ്റക്കാർ? ചിന്തിച്ചു നോക്ക്, എവിടെ എത്തിപ്പോയി കേരളം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയില്ലയോ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയില്ലയോ, സഹാബത്തെ ലോകത്ത് മുഴുവനും നിങ്ങൾക്ക് ആസ്വാദ വസ്തുക്കളാ. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ, വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ഈ ലോകത്ത് ഏറ്റവും വലിയ ആസ്വാദ വസ്തു ഏതെന്നറിയുമോ? അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം ഒന്ന് പഠിക്കണേ മുസ്ലിമേ, പഠിക്കണേ അവിശ്വാസികളെ. ഞങ്ങളുടെ നേതാവിന്റെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. ആ പ്രവാചകന്റെ അധ്യാപനം പഠിക്കുന്ന ഒരു മുസ്ലിം മോശപ്പെട്ട തലത്തിലേക്ക് ചിന്തിക്കുമോ? ആ റസൂലുള്ളാഹിന്റെ അധ്യാപനം ഹൃദയത്തിലേറ്റണേ. സ്വന്തം ഭാര്യയെ പോലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന നിലയ്ക്ക് ഈ കേരളക്കരയിലെ ചെറുപ്പക്കാര് മാറിയില്ലയോ? സ്വന്തം ഭാര്യയെ പോലും വ്യഭിചാരശാലകളിലേക്ക് ഫസ്റ്റായിട്ട് കൊണ്ടെത്തിക്കുന്ന ആളുകൾ, മുസ്ലിം സഹോദരങ്ങളിൽ ആളുകൾ കടന്നു വന്നില്ലയോ? ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഈ ഭൗതിക ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടുന്ന അമ്പര ചുംബികളായ മണിമേടകളില്ലയോ, മാളിക സൗധങ്ങളില്ലയോ, ഫ്ളാറ്റുകളില്ലയോ, നിന്റെ കാറുകളില്ലയോ, അതിനേക്കാളെല്ലാം തന്നെ ഏറ്റവും വലിയ ആസ്വാദ വസ്തു അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യയാണ് ഏറ്റവും വലിയ ആസ്വാദ വസ്തു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ഭാര്യ വിറ്റിട്ട് BMW കാറ് വാങ്ങുന്നു, മെഴ്സിഡസ് ബെൻസ് വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു. എത്ര പൊട്ടനാണ് അവൻ! ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 7000-ലധികം കാറുകളുള്ള ആളുകൾ വരെ ലോകത്തുണ്ട്. അറിയോ നിങ്ങൾക്ക്? 7000-ലധികം ആഡംബര കാറ് സ്വന്തമായിട്ടുള്ള ആള്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഹസനുൽ ബൊൽക്കിയ എന്നാണ് മൂപ്പറ പേര്. എന്താണ് പേര്? ഹസനുൽ ബൊൽക്കിയ. സൂപ്പർ പേരല്ലേ? മക്കൾക്കിട കേട്ടാ. ഇത് കേട്ടു വെച്ചാൽ ഉടനെ വാപ്പ എഴുതി വെക്കും. എങ്ങനെയെങ്കിലും മൂത്ത മോനെ പേരില്ലാതിരിക്കുന്നു. നല്ല പേര്, ഇതുവരെ കേൾക്കാത്ത നല്ല പാങ്ങ് പേര്, ഹസനുൽ ബൊൽക്കിയ. കൊള്ളാം.
ബ്രൂണയിലെ രാജാവാണ്. 7000-ലധികം കാർ. മൂപ്പരുടെ കയ്യിലുള്ളത് നമ്മുടെ ഇരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ പോലത്തെ ലോക്കൽ കാറൊന്നും അല്ല. നമുക്കതാണ് ഏറ്റവും വലിയ കാർ, കാസർഗോഡ് കാർ അല്ലേ. നമ്മൾ ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നോവ കൊണ്ട് വിറ്റിട്ട് എല്ലാവരും ഇന്നോവ ക്രിസ്റ്റ പിടിച്ച് പുതിയത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുതിയതിലേക്ക് പോകണം. പിന്നെ ജാഗ്വാറാന്നും പറഞ്ഞ് വേറെ വണ്ടി കൊണ്ടുവന്നിട്ട് പൂശി ഇറക്കിയ കൗമ്പ് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് മൂപ്പരുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും ലോക്കൽ വണ്ടി മെഴ്സിഡസ്, ബെൻസ്, ജാഗ്വാർ, ഫെറാരി ഇങ്ങനെ തുടങ്ങിയ ലോക്കൽ ചെറിയ ചെറിയ വണ്ടികൾ. എത്ര വണ്ടിയുണ്ട്? 7000 വണ്ടി. ഇങ്ങനത്തെ ആളുകൾ ഇവിടെ ലോകത്തുണ്ട്. അതറിയാൻ വേണ്ടി പിള്ളേർ അറിഞ്ഞിരിക്കട്ടെ. ചില പിള്ളേർക്ക് വണ്ടി കേൾക്കുമ്പോൾ വലിയ ഭ്രാന്താണ്. അവർ മനസ്സിലാക്കും നാളെ മുതൽ മൂപ്പർക്ക് ഒരു ഫാത്തി പോകുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു കാറെങ്കിലും കിട്ടും കേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞാൽ ഈ പിള്ളേർ ഇത് കേട്ടിട്ട് നാളെ മുതൽ കുത്തിയിരുന്നിട്ട് ഹസനുൽ ബുൽക്കിയ ഇലാഹദറത്തി ഹസനുൽ ബുൽക്കിയ ഫാത്തിഹ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചതെന്താണ്? 7000-ഓളം ആഡംബര കാറുള്ള ആളുകൾ ഇപ്പോഴും ലോകത്തുണ്ട്, മനസ്സിലാക്കി. അതിൽ ഏറ്റവും ലോക്കൽ കാറാണ് പറഞ്ഞത് ബെൻസ്. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങി കോടികളുടെ കണക്ക് മുതൽ അങ്ങോട്ട് തുടങ്ങി 7000. ഒരു വണ്ടിക്ക് 1 കോടി വെച്ച് കൂട്ടി എത്ര കോടിയായി? ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞു. ഒരു വണ്ടിക്ക് 1 കോടി വെച്ച് കൂട്ടിയാൽ തന്നെ അത്രയല്ല, 3-4 കോടിയാണ് ഓരോ വണ്ടിക്ക്. ഒരു വണ്ടിക്ക് കൂട്ടിയാൽ തന്നെ 7000 കോടിയുടെ ആസ്തി. ചിന്തിച്ചു നോക്ക്. ഇനി ഏറ്റവും പുറകിൽ കിടക്കുന്ന വണ്ടി ഒന്ന് ബാക്കിൽ നിന്ന് ഇറക്കി ഫ്രണ്ടിൽ മൂപ്പർക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും ബാക്കിൽ കിടക്കുന്ന വണ്ടി ഒന്ന് ഫ്രണ്ടിൽ എത്തിച്ച് മൂപ്പർക്ക് അതിൽ സഞ്ചരിക്കണമെന്ന് മൂപ്പര് നിയത്ത് വെച്ചാൽ 1.5 മണിക്കൂർ സമയം എടുക്കും. കാരണം അവിടെ നിന്ന് ഇറക്കി ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കും. അതിനുവേണ്ടി 10-50 പേർ ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് എണ്ണയുണ്ടോ നോക്കി ചെക്ക് ചെയ്ത്. ഇതെല്ലാം ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളുമാണ്. എല്ലാം എടുത്തിട്ട് വീണ്ടും അതിനടുത്തിട്ട് ലക്ഷങ്ങൾ കോടികൾ മുളക്കി അതിനകത്തെല്ലാം ചെലവഴിച്ചിരിക്കുകയാണ്. ഉപരി സഞ്ചരിച്ച ഒരു വെടി വെച്ചാൽ പോലും ഏൽക്കൂല. അങ്ങനത്തെ വണ്ടികൾ, ഇങ്ങനത്തെ ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്, മനസ്സിലായിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ലോകം മുഴുവനും സാമ്പത്തികപരമായ പ്രയാസത്തിലേക്ക്, ഞെരുക്കത്തിലേക്ക് പോകുമേ. ആ സമയത്ത് നീ മുറുകെ പിടിക്കേണ്ടത് അൽ ഇഖ്തിസാദു ഫിൽ മഈഷ. നീ മിതത്വം പാലിക്കണം. നീ മിതത്വം പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്ത് മുഴുവനും വ്യഭിചാരശാലകൾ അധികരിക്കും. ഹബീബ് റസൂലുള്ളാഹി വിചാരം അധികരിക്കും. സ്വന്തം ഭാര്യയെ കൊണ്ട് വിൽക്കുക, സ്വന്തം മക്കളെ കൊണ്ട് വിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വന്തം മക്കളെ കൊണ്ടുപോയി വിൽക്കും. ആ രീതിയിൽ ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടം കുടുംബത്തിലുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി അവന്റെ ബീജത്തിലൂടെ ജനിച്ചു വളർന്ന കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പ്രായപൂർത്തി എത്താത്തതാകുന്ന കുട്ടികളെ കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അവൻ പറയും, ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നാൽ മതി എന്ന് പറയും. വാപ്പ പറയും. അങ്ങനത്തെ ഒരവസ്ഥ എത്തുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സഅ ലാ തഖൂമുസ്സഅ ഹത്താ ഇന്നർ റജുൽ ലയഅശൽ മർആ ഹത്താ ഇന്നർ റജുല ലയഅതി ബിജാരിയതിൽ ഹസനാഇ ഇലാ സൂഖ് ഫയഖൂൽ മൻ യസ്തരിഹാ ബിവസ്നിഹാ തആമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല സാബത്തെ. ഈ ലോകം അവസാനിക്കുകയില്ല സാബത്തെ. ഹത്താ ഇന്നർ റജുല, ഒരു മനുഷ്യൻ ലയഅതി ബിജാരിയതിൽ ഹസനാ, അവന്റെ പ്രിയപ്പെട്ട സുന്ദരിയാകുന്ന മക്കളെ, അവന്റെ ബീജത്തിൽ ജനിച്ചു വളർന്നതാകുന്ന മക്കളെ, പെൺമക്കളെ കൊണ്ടുപോയി കമ്പോളത്തിലേക്ക് എത്തുമത്രേ. ഫയഅതീന സൂഖ്, കമ്പോളത്തിലേക്ക് കൊണ്ടുവന്ന് ഫയഖൂൽ, അവൻ ഒച്ചത്തിൽ വിളിച്ചു പറയുമത്രേ, മയ്യസ്തരിഹാ ബിവസ്നിഹാ തആമാ, എന്റെ ഈ മകളെ നിങ്ങൾക്ക് ഞാൻ നൽകാം. അവളുടെ തൂക്കത്തിന് പകരമായിട്ട്, അവളുടെ പൂക്കത്തിന് പകരമായിട്ട് എനിക്കൽപ്പം ഗോതമ്പ് നൽകണേ, അരി നൽകണേ എന്ന് വാപ്പ പറയുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. الرجل ليأتي بجارية الحسناء إلى السوق فيقول من يشتريها بوزنها طعاما. സ്വന്തം മകളെ
കൊണ്ടുപോയി പരസ്യമായി കമ്പോളത്തിൽ വെച്ചുകൊണ്ട് വിലപേശൽ നടത്തുകയാണ്. വാപ്പ, എന്റെ ഈ മകളെ നിങ്ങൾക്ക് ഞാൻ നൽകാം, ഇവളുടെ തൂക്കത്തിന് സമാനമായിട്ട് എനിക്ക് അരി തന്നാ മതി, എനിക്ക് ഗോതമ്പ് തന്നാ മതി എന്ന് പറയുന്ന അവസ്ഥ ലോകത്ത് കാണാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയത്, ഈ ലോകത്ത് ഏറ്റവും അവസാനമായിട്ടുണ്ടാവുക സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അത്രേ. ലാ തഖൂമുസ്സആ ലാ തഖൂമുസ്സആ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ സഹാബത്തെ, ലോകാവസാനം ഉണ്ടാവുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ അലാ ശറാരിൽ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ലോകം അവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മുഅ്മിനീങ്ങളുടെ മേല് അതിനു മുമ്പ് നല്ല ഒരു ശുദ്ധമായ കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കും. ആ ശുദ്ധമായ കാറ്റ് ഏതൊക്കെ മുഅ്മിനീങ്ങൾക്ക് വന്ന് തലോടുന്നുണ്ടോ അവരൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മോശപ്പെട്ട ആളുകൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. മുഅ്മിനീങ്ങൾ മുഅ്മിനത്തുകളുടെ മേൽ ഒരു കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കും ഈ ലോകത്തിന്റെ അവസാനം. ആ കാറ്റ് വന്ന് മുഅ്മിനീങ്ങളുടെ മേൽ വന്ന് തലോടി അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏറ്റവും ബാക്കിയാകുന്നത് സൃഷ്ടികൾ മോശപ്പെട്ടവരാണ്, അവർക്കാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചാരം അധികരിച്ചില്ലേ? ചെറുതായിട്ടാണോ? നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ ഹദീസ് ഓതാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വേറെ വിഷയം കൊണ്ട് വിട്ടുപോകുന്നുണ്ട്. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളെ പറ്റി, വ്യക്തമായ ചില അടയാളങ്ങളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യഭിചാരം വല്ലാതെ അധികരിക്കും. വ്യഭിചാരം വല്ലാതെ അധികരിക്കും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അന്യവരാകുന്ന പെണ്ണിനെ ഹറാമായി നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. നമ്മുടെ കൈകൊണ്ട് അന്യ പെണ്ണിലേക്ക് മോശപ്പെട്ട രീതിയിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ അത് കൈയുടെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് അശ്ലീല പടം ഇന്നവന്റെ വീട്ടിൽ അവന്റെ കൂട്ടുകാർ കൂടി ഇരുന്ന് കാണുന്നുണ്ട്, പോയി കണ്ടേക്കാം, നല്ല പാങ്ങുണ്ടെന്ന് കരുതി എങ്ങോട്ട് പോയാൽ ഇതിന്റെ കാലിന്റെ വ്യഭിചാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശാരീരിക ബന്ധം ജനനേന്ദ്രിയങ്ങൾ തമ്മിലുള്ള കണക്ഷനിലൂടെ മാത്രമേ വ്യഭിചാരമുള്ളൂ എന്ന് ചെറുപ്പക്കാർ സഹോദര സഹോദരിമാരെ കരുതിയിട്ടുണ്ട് എങ്കിൽ തെറ്റി. അതിലൂടെ മാത്രമല്ല, മാത്രമല്ല വ്യഭിചാരം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അൽഐനാനി തസ്നിയാൻ അൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നദറു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബാ. അന്യരാകുന്ന പെണ്ണിനെ ഒരു പുരുഷൻ നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പുരുഷനെ ഒരു പെണ്ണ് വിചാരത്തോട് നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ വഅദിന് പോകുമ്പോ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വഅദിന് പോകുമ്പോ, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പെൺമക്കളില്ലയോ, അവരതാ കണ്ണുകൊണ്ട് മോശപ്പെട്ട അശ്ലീലമാകുന്ന പടങ്ങൾ കാണുകയാണെങ്കിൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. അൽഐനാനി തസ്നിയാൻ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബത്തെ. ഫസിനാഹുമാ അന്നദറു. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്, നോക്കലാണ്, ഹറാമ് കാണലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ് ജിയോ സിം ഇറങ്ങിയത് മുതൽ പാതിരാത്രി സമയത്ത് അശ്ലീലമാകുന്ന ലോകത്തേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവരില്ലയോ. എത്രയോ ചെറുപ്പക്കാരികളാണ്, എത്രയോ സഹോദരിമാരാണ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ നളറ ഇല ഇംറാത്തിൻ നളറത ഹറാം
ഹശല്ലാഹു ഐനൈഹി ബിമസാമീരിൻ മിൻ നാർ. അല്ലയോ ചട്ടുംകുഴിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 കഴിഞ്ഞ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചു വെക്കണേ. കുമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. ഉൾക്കൊള്ളണേ, പഠിക്കണേ, മനസ്സിലാക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മന്നളറ ഇലംറഅത്തിൻ നളറത ഹറാം. അന്യ പെണ്ണിലേക്ക് ഹറാമായ നോട്ടം നീ നോക്കിയിട്ടുണ്ടോ? അത് നിന്റെ കൂട്ടുകാരികളുടെ നീ മോശപ്പെട്ട രീതിയിൽ അവളുമായിട്ടുള്ള കണക്ഷന് വേണ്ടി നീ സിസ്ബായ്ക്കുള്ള ചെറുപ്പക്കാരൻ 350 ബുള്ളറ്റ് എടുത്തുകൊണ്ട് പെൺകുട്ടികളുടെ പുന്നെ പരക്കം പായുന്നവരില്ലയോ? നിന്റെ സമയങ്ങൾ പാതിരാത്രി സമയത്ത് അവരുമായിട്ടുള്ള ഫോൺ കോൾ മുഖേന നീ വെച്ചില്ലയോ? അവരുമായിട്ടുള്ള ചാറ്റിങ്ങിന് വേണ്ടി നിന്റെ സമയത്തെ നീ ചെലവഴിച്ചില്ലയോ? പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ട മകളുമായി എത്രയെത്ര ചെറുപ്പക്കാരാണ്, സഹോദരങ്ങളാണ് മോശപ്പെട്ട രീതിയിൽ ബന്ധപ്പെടുന്നത്. മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് മോശപ്പെട്ട തരത്തിലേക്ക് പോയില്ലയോ? അന്യരാകുന്ന ചെറുപ്പക്കാരനുമായി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് മോശപ്പെട്ട ബന്ധം സ്ഥാപിച്ചില്ലയോ? കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉപ്പ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു വെക്കണേ. ബാംഗ്ലൂരിന്റെ മണ്ണിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി നമ്മളെ പറഞ്ഞേക്കുമ്പോ സ്വന്തം ശരീരത്തെ ആർഭാട തുന്തിലമാകുന്ന ജീവിതം നയിക്കാൻ വേണ്ടി വിറ്റ് തുലയ്ക്കുന്നതാകുന്ന മുസ്ലിം അംഗമാര് എത്രയാ. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ, ഞങ്ങളുടെ ഭാര്യമാരെ, സഹോദരിമാരെ നീ കാക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാതിരാത്രി സമയത്ത് അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക്, അവരുടെ നഗ്നതയിലേക്ക്, പകൽ സമയത്താകട്ടെ പാതിരാത്രിയാകട്ടെ, ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ ഹറാമായ നോട്ടം നോക്കിയാ ഹശല്ലാഹു ഐനൈഹി ബിമസാമീരിൻ മിൻ നാർ. നാളെ മഹ്ശറ വൻസഭയിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിച്ചലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ നിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലാഹു സബാനിയാക്കളാകുന്ന മലക്കുകൾ മുഖേന നിന്റെ 2 കണ്ണുകളിലേക്കും നരകത്തിന്റെ തീജ്വാലകൾ നിറച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആദരിക്കട്ടെ. പാതിരാത്രി സമയത്ത് അശ്ലീലതയുടെ ലോകത്തേക്ക് കണ്ടുകൊണ്ടുപോയതായ സഹോദര സഹോദരിമാര് ഈ സദസ്സിലുണ്ടെങ്കിൽ തൗബ ചെയ്യട്ടെ, തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ആരാ തെറ്റ് ചെയ്യാത്തവര്? കുല്ലു ബിനി ആദമ ഖത്താഉൻ സദഖ റസൂലുള്ളാഹി. ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റുകാരാണ് നമ്മൾ. അറിയാതെ അന്യ പെണ്ണിലേക്ക് നോക്കിപ്പോയിട്ടുണ്ടാകും, വികാര വിചാരത്തോടുകൂടി നോക്കിയിട്ടുണ്ടാകും. അന്യ പുരുഷനിലേക്ക് സഹോദരി നീ നോക്കിയിട്ടുണ്ടാകും, വികാരം നിനക്കുണ്ടായിട്ടുണ്ടാകും. നീ തൗബ ചെയ്യണം. ഈ സദസ്സിൽ വെച്ച് നീ തൗബ ചെയ്യണം. നല്ല മാസം, നല്ല പുണ്യമാക്കപ്പെട്ട മാസം റജബ് മാസം. തൗബ ചെയ്യുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പെണ്ണിലേക്ക് നീ ഹറാമിന്റെ നോട്ടം നോക്കിയാൽ നാളെ മഹ്ശറയിൽ നിന്റെ കണ്ണിൽ നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് അല്ലാഹു നിറയ്ക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു ആക്കട്ടെ. രാത്രിയിൽ അശ്ലീല പടം കാണുന്നവരില്ലേ? സിനിമയുടെ ലോകത്തേക്ക് കണ്ടുകൊണ്ടുപോകുന്നവരില്ലേ? കോടികളുടെ കഥ പറഞ്ഞുകൊണ്ട് പടങ്ങൾ ഇറങ്ങുമ്പോ ആ പടങ്ങളിലേക്ക് റിലീസിന്റെ പടങ്ങൾ കാണാൻ വേണ്ടി ചെറുപ്പക്കാര് കൂലം കുത്തിക്കൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ലേ? ചിന്തിച്ചു നോക്ക്. 16 ദിവസം കൊണ്ട് 50 കോടി, ഇല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് 55 കോടി എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ ചാടി എഴുന്നേറ്റ് കുടുംബസമേതം പടത്തിന് വേണ്ടി പോകുന്നില്ലേ? നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ നിന്റെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് നിറയ്ക്കും. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആക്കട്ടെ. മറ്റൊരു റിവായത്തിൽ കാണുന്നു, നരകത്തിലെത്തുമ്പോഴത്തേക്കും കണ്ണിൽ നരകത്തിലിട്ട് പഴുപ്പിച്ചതാകുന്ന ആണി കൊണ്ട് കണ്ണിൽ സുറുമയിട്ട് കൊടുക്കും നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആദരിക്കട്ടെ. ദുനിയാവിൽ സുറുമ ഇട്ടിട്ടുണ്ടാവും, നല്ല എരിവും പുളിയൊക്കെ ഉണ്ടാവും, ഇല്ലേ? അങ്ങനത്തെ
അശ്റയിലെത്തുമ്പോൾ നരകത്തിലിട്ട് പഴുപ്പിച്ച് ആണി വെച്ചിട്ട് നിന്റെ കണ്ണ് പിടിച്ച് തുറന്നിട്ട് അങ്ങോട്ട് വെച്ച് തരും. എന്താ കാരണം? ദുനിയാവിൽ പടച്ച റബ്ബ് ഹറാമാക്കിയതിന് നീ കണ്ടില്ലേ? അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നീ നോക്കിയില്ലേ? അവരുടെ ഗുഹ്യസ്ഥാനം പാതിരാത്രി സമയത്ത് കണ്ടുകൊണ്ട് നീ രസിച്ചില്ലേ? അന്യ പുരുഷന്റേതാകുന്ന ലൈംഗിക അവയവം കണ്ടുകൊണ്ട് പെണ്ണ് നിന്റെ രാത്രിയെ നീ സജീവമാക്കിയില്ലേ? തൊട്ടപ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട ഉപ്പകിടപ്പുണ്ട്, നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളുണ്ട്. അവരെ ആരെയും നീ വകവച്ചില്ല. അതിനേക്കാളുപരി ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ് നിന്നെ വലയം ചെയ്ത് കാണുന്നുണ്ട് എന്നുള്ള വാർത്ത നീ ശ്രദ്ധിച്ചില്ല. റബ്ബിനെ പോലും നീ മറന്ന് നീ പ്രവർത്തിച്ചു. അതിനുള്ള ശിക്ഷയാണ് നാളെ അല്ലാഹു നൽകുന്നത്. സാധാരണ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്ര വലിയ ശിക്ഷകളുണ്ട് എന്ന്. നീ തൗബ ചെയ്യും, നീ തൗബ ചെയ്യും. നിന്റെ മുന്നിൽ തൗബയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് തൗബ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വല്യദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ശൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വഹാബത്തെ രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുള്ളതുപോലെ രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട്. സ്വഹാബാ ഫസിനാഹുമാ അൽബത്ശൂ. അന്യരാകുന്ന സ്ത്രീകളുടെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് നീ കടന്നു പിടിക്കലാണ് നിന്റെ കൈയുടെ വ്യഭിചാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് നിന്റെ കൂട്ടുകാരി വികാര വിചാരത്തോടുകൂടി അവരുടെ കൈയിലേക്ക് നീ കൈയമർത്തിയാൽ, കൈ കൊടുക്കുമ്പോ ഷേക്കാൻഡ് കൊടുക്കണം. അന്യ പെണ്ണുമായിട്ട് ഷേക്കാൻഡ് കൊടുക്കുക. ചിലര് ഡീല് നടത്തുന്നത് നോ ഓർ ഡീൽ നോ ഡീൽ അല്ലെ, ഡീൽ ഓർ നോ ഡീൽ നടത്തുന്നത് എങ്ങനെയാണ്? അന്യ പെണ്ണുങ്ങളുടെ കൈ കൊടുത്തി. സ്വന്തം ഭർത്താവ് വലിയ ബിസിനസ്സുകാരനാണ്. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ പാവപ്പെട്ട പക്വതയാകുന്ന വിവേകമുള്ള ഭാര്യ പർദ്ദയിട്ട് വീടിന്റെ അകത്തിളങ്ങിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ഭാര്യയെ അണിയിച്ചൊരുക്കി മുഖമൊക്കെ മാറ്റി തുണിയൊക്കെ മാറ്റി അവളെ വേറൊരു കോലത്തിലാക്കിയിട്ട് പാശ്ചാത്യ രീതി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എവിടെ? തന്റെ ബിസിനസ് ഡീലറുടെ മുന്നിൽ. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ കൈ മറ്റൊരുത്തനെ കൊണ്ട് അന്യ പുരുഷന്റെ മുന്നിൽ കൊടുപ്പിക്കാൻ ആളുകൾ. അതിലേക്ക് പോവാണ് സംസ്കാരം. അല്ലാഹു കാത്തിരക്ഷിക്കണം. ഇതാണ് സംസ്കാരം. ഉടുതുണി അഴിച്ചിട്ടിട്ട് എന്ത് സംസ്കാരം? നിന്റെ ജീവിതത്തിലേക്ക് ആ സമ്പത്ത് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? നിന്റെ ഭാര്യ അർദ്ധനഗ്നിയാക്കിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൊന്നുകൊണ്ടിട്ട് ബിസിനസ് ഡീല് നടത്തി അതിലൂടെ കിട്ടുന്ന കോടികൾ കൊണ്ട് നീ എന്ത് സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ പരലോകം നിനക്കുണ്ടോ? മഹ്ശറ നിനക്കുണ്ടോ? പരലോകത്ത് നീ രക്ഷപ്പെടുമോ? ഈ ദുനിയാവിലെ നീ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാകും. വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്കതുകൊണ്ട് രക്ഷയില്ല. ഇവിടെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരുടെ കൈക്ക് പിടിച്ചു റാഹത്ത്, നല്ല കൈയൊക്കെ കൊടുത്തു. ഓനിങ്ങനെ ചൊറിഞ്ഞൊക്കെ നോക്കും, റാഹത്ത്, ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണ് ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിം സമുദായം എവിടെ എത്തിപ്പോയി? ദീൻ പോയില്ലേ? അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് വരെ മറ്റൊരു പരപുരുഷന്റെ മുന്നിൽ മുഖം മറച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വരാതെ, മറ്റുള്ള പരപുരുഷന്മാരുടെ മുന്നിൽ വരാതെ കാത് സംരക്ഷിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖകമലം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കേണ്ട അവസ്ഥ അവൻ വരുത്തിയില്ലേ? ഭർത്താവ് വരുത്തിയില്ലേ? എന്തിന്റെ പേരിൽ? ബിസിനസിന്റെ പേരിൽ. എവിടെ എത്തിപ്പോയി? അവരുമായി കൈ കൊടുക്കുന്നു, അവരുമായി കെട്ടിപ്പിടിക്കുന്നു. മുസാഫഹത്ത് മുആനഖത്ത്, ബാബുൽ മുസാഫഹത്ത് വൽ മുആനഖ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി സമുദായം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അന്നമൻ വളഅ യദഹു അൽമറഅ ലാ തഹില്ലു ലഹു ബിശഹ്വ ജാഅ യൗമൽ ഖിയാമ വയദഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്,
എന്റെ പ്രിയപ്പെട്ട ചട്ടുംകുഴിയിലുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിന്റെ ജീവിതത്തിൽ അറിയാതെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അന്യരാകുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കരതമരം അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഹറാമായ പെണ്ണാണ്, അഥവാ ജീവിതത്തിൽ നിനക്ക് ഹലാലായ പെണ്ണല്ല. ലാ തഹില്ലു ലഹു ബിശഹ്വാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് വീട്ടിലുണ്ട്, ആ ഭാര്യയുടെ ശരീരത്തിൽ തൊടാതെ നിന്റെ ബിസിനസ്സുകാരുമായി, നിന്റെ കൂട്ടുകാരികളുമായി, നിന്റെ നാട്ടുകാരികളുമായി, നിന്റെ അയൽവാസികളുമായി, ഏതെങ്കിലും വിചാരശാലകളിലുള്ള സ്ത്രീകളുമായി അവളുടെ ശരീരത്തിലേക്ക് അവളുടെ അംഗലാവണ്യം കണ്ടുകൊണ്ട് നീ കരതമലമയർത്തി കഴിഞ്ഞാൽ അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, സോദരാ, മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ വയതുഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്നതാകുന്ന മനുഷ്യരുടെ രണ്ട് കരങ്ങളും അല്ലാഹു വിരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുകയാണ്, ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുകയാണ്, കെട്ടിയിരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? ജനങ്ങൾ മുഴുവനും വിളിച്ചു പറയും അത്രേ, ഇവൻ ദുനിയാവിൽ വ്യഭിചരിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിൽ ഇവൻ തൊട്ടിട്ടുണ്ട്, ഇവൻ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പടച്ചിറപ്പ് ഇവന്റെ കൈകളെ ഇവന്റെ പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് മദ്രസയിൽ പോലും പോകാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങൾ മാറിയില്ലയോ? മദ്രസയിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളെ പോലും നാട്ടുകാരാകുന്ന പ്രായപൂർത്തിയെത്തിയതാകുന്ന ആളുകള്, വൃദ്ധരാകുന്ന സഹോദരങ്ങള്, 60-70 വയസ്സുള്ള സഹോദരങ്ങള് മോശപ്പെട്ട രതിക്കരടയ്ക്ക് വരുതി വെച്ചത് കേരളക്കരയിൽ വിവിധ പത്രങ്ങളിലൂടെ നമ്മൾ ദർശിച്ചില്ലയോ? എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ്, പ്രവർത്തനമാണ്. 10 വയസ്സുള്ളതാകുന്ന കുട്ടി 3 വയസ്സുള്ളതാകുന്ന പൊന്നുമോള് വരെ മോശപ്പെട്ട രീതിയിൽ ലൈംഗികമാകുന്ന വ്യഭിചാരമാകുന്ന തലത്തിലേക്ക് ബലാത്സംഗത്തിനിരയാക്കിക്കൊണ്ട് കുട്ടികളോട് പോലും രതിക്കരട കാണിക്കുന്ന ആളുകൾ ഇന്ന് കേരളക്കരയിൽ ഇല്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയദുഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, അവന്റെ രണ്ട് കൈകളും കെട്ടിക്കൊണ്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ഫൈന ഖബ്ബലഹാ, ആ പെണ്ണുമായിട്ട് അവൻ ചുംബന സമരത്തിൽ ഏർപ്പെടുകയോ, ആ പെണ്ണുമായിട്ട് ചുംബനത്തിൽ ഏർപ്പെടുകയോ, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളിലാകട്ടെ, ഏതെങ്കിലും പാർക്കുകളിലാകട്ടെ, വീടിന്റെ അകത്തളങ്ങളിൽ മാതാപിതാക്കൾ അത് കേൾക്കാൻ പോകുന്ന സമയത്താകട്ടെ, വാപ്പയും അമ്മയും അറിയാത്തതാകുന്ന രാവുകളിൽ തന്റെ പ്രിയപ്പെട്ട കാമുകനുമായിട്ട് ചുംബനം ഏർപ്പെടുത്തിയതാകുന്ന സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുരിളത് ശഫതാഹു ബിമിഖറളിന്നാർ, കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിൽ വെച്ച് പഴിപ്പിച്ചെടുത്തതാകുന്ന ചൂട് പിടിപ്പിച്ചതാകുന്ന കത്രിക കൊണ്ട് അവർ രണ്ടുപേരുടെയും ചുണ്ടുകളെ അല്ലാഹു വലിച്ചു നീട്ടിയിട്ട് ആ ചുണ്ടുകളെ മുറിച്ചു കളയും അത്രേ, മുറിച്ചു കളയും അത്രേ. സബാനിയാക്കളാകുന്ന മലക്കുകളെന്ന് നബിയോനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ചട്ടുംകുഴിയിലുള്ള സഹോദരി, 18 വയസ്സുള്ളതാകുന്ന പെണ്ണെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ, നിന്റെ കാമുകനുമായിട്ട് മോശപ്പെട്ട തലത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധം നീ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ, മഹ്ശറയിലേക്ക് എത്തുമ്പോ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ വിചാരത്തോടു കൂടി അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരാ, ചുംബിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരി, ഖുരിളത് ശഫതാഹു ബിമിഖറളിന്നാർ, മുകളിലത്തെയും താഴത്തെയും ചുണ്ടുകൾ വലിച്ച് പറിച്ചു നീട്ടിയിട്ട് ആ രണ്ട് ചുണ്ടുകളും നരകത്തിൽ വെച്ച് പഴിപ്പിച്ച് ചൂടാക്കിയതാകുന്ന കത്രിക കൊണ്ട് അല്ലാഹു മുറിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയസനാ ബിഹാ ഫയസനാ ബിഹാ, ആ
പെണ്ണമായിട്ട് പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉറങ്ങിപ്പോയ സമയമാണ്, ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. കൂട്ടുകാരുറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരുറങ്ങിയിട്ടുണ്ട്, അയൽവാസികൾ ഉറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി പറമ്പത്ത് വെച്ചുകൊണ്ടോ, വീടിന്റെ പിന്നാമ്പുറത്ത് വെച്ചുകൊണ്ടോ, അടുക്കളയിൽ വെച്ചുകൊണ്ടോ, ബെഡ്റൂമിൽ വെച്ചുകൊണ്ടോ, പാർക്കിൽ വെച്ചുകൊണ്ടോ, മാളിൽ വെച്ചുകൊണ്ടോ, മോട്ടലിൽ വെച്ചുകൊണ്ടോ, ഹോട്ടലിൽ വെച്ചുകൊണ്ടോ, എവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ പെണ്ണുമായിട്ട് അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അവന്റെ ഇടതുകാല് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമത്രേ. അല്ലാഹുവേ അവന്റെ മനുഷ്യന്റെ ഇടതുകാല് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഇടതുകാലിന്റെ തുടയല് റബ്ബിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇവനാണ് ഇന്ന പെണ്ണുമായി ബന്ധപ്പെട്ടവൻ, ഇവൻ ഇന്ന പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് റബ്ബേ, ഞാനതിന് സാക്ഷിയാണെന്ന് അവന്റെ ഇടതുകാല് സാക്ഷ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇടതുകാലിന്റെ തുടയൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷി നിൽക്കും ഹബീബ് റസൂലുള്ളാഹി. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇതൊക്കെ നാളെ എത്തുമ്പോൾ നാക്ക് നമ്മൾ മൂടി വെച്ചാൽ മതി, ഇതൊന്നും ആരും പറയൂല എന്ന് വെളിപ്പെടുത്തുന്നു. നാക്കല്ലത്തിന് അള്ളാഹു തആല മൂടും. സൂറത്ത് യാസീനൊക്കെ ഓതണം. ഇശാമഗ്രിബിനിടെ സീരിയലൊക്കെ കാണുന്നത് നിർത്തി. കുട്ടികളൊക്കെ നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴാ മരിക്കുക, ആരാ മരിക്കുക, എവിടെ വെച്ചാൽ മരിക്കുക, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. കൊച്ചു കുട്ടികൾ മരിക്കുന്നു, ക്യാൻസർ വന്ന് മരിക്കുന്നു, കൊച്ചുകുട്ടികൾ രക്തം ഛർദ്ദിച്ച് മരിക്കുന്നു, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു, വാലിന്റെ സദസ്സിൽ വെച്ച് മരിക്കുന്നു, വാല് കഴിഞ്ഞു പോകുമ്പോൾ മരിക്കുന്നു, ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് കൊച്ചുകുട്ടികൾ മരിക്കുന്നു, പ്രായമുള്ളവർ മരിക്കുന്നു, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, നിസ്കാരത്തിന് വേണ്ടി തഹിയ്യാത്തിൽ ഇരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജുമുഅയ്ക്ക് ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നു, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നു. എന്തൊക്കെ അവസ്ഥയാണ്! എപ്പോഴാ മരണം വരെ ആർക്കും തീർച്ചപ്പെടുത്താം. മരണത്തിലേക്ക് അടുത്തിരിക്കുക. അതുകൊണ്ട് ഇനി തൗബയുടെ വാതിലുകൾ അടക്കപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സൂറത്ത് യാസീൻ ഓതണം. യാസീൻ നമ്മൾ കേട്ടിട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ, നാളെ മഹ്ശറയിൽ റബ്ബിന്റെ കോർട്ടിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോ മനുഷ്യരുടെ നാവുകളെ അല്ലാഹു സീല് വെക്കുമത്രേ. അന്ന് സംസാരിക്കാൻ കഴിയൂല, വാക്കടച്ചു വെക്കും, വാക്ക സീല് വെച്ച്. നമ്മുടെ നാവിന് ഇന്ന് സംസാരിക്കാനുള്ള ശേഷി ആരാ തന്നത്? അല്ലാഹു തന്നതാണ്. അതാ മനസ്സിലാക്കണം. അല്ല, ഈ നാവിന് സ്വമേധ ഉണ്ടായിത്തീർന്നല്ല, റബ്ബ് കൊടുത്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാവിന്റെ സംസാര ശേഷി അങ്ങോട്ട് നിർത്തിക്കളയും. എന്നിട്ടോ വതുകല്ലിമുനാ അയ്ദീഹിം, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മഹ്ശറയിലേക്ക് എത്തിക്കഴിയുമ്പോ ഖബറിൽ വരെ സംസാരിച്ചവനാണ്, ഖബറിൽ വരെ നാവ് കൊണ്ട് വിളയാടിയവനാണ്. ഖബറിൽ വെച്ചൊക്കെ പറഞ്ഞു അല്ലാഹു റബ്ബി മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞു, നാവ് കൊണ്ട് തന്നെ പറഞ്ഞു. മഹ്ശറയിലേക്ക് എത്തുമ്പോ നാവ് കഴിഞ്ഞ്, നാവിന്റെ സംസാരശേഷി അതോടുകൂടി തീർന്നു. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോ മനുഷ്യന്റേതാകുന്ന 5ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു കഴിയാണ്. 4ാമത്തെ ഘട്ടം മഹ്ശറയിലേക്ക് എത്തിക്കഴിയുമ്പോ ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോ അവന്റെ വാകളെ അല്ലാഹു സീല് ചെയ്യാൻ, എന്നിട്ടോ കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കാൻ. കൈയാണ് വിളിച്ചു പറയുന്നത്. മനുഷ്യൻ ചെയ്തതാകുന്ന സകല നന്മകളെയും അവന്റെ വലത് കൈ വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ച റബ്ബേ,
ചെട്ടുംകുഴിയിലുള്ള ഇന്നാലിന്ന മനുഷ്യനാണ്. അല്ലാഹുവേ, അവൻ നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ് റബ്ബേ, വാത് പരിപൂർണമായി കേട്ടവനാണ് റബ്ബേ, അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളവനാണ്. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ എന്ന് ആ കയ്യതാ വിളിച്ചു പറയുമ്പോ തശ്ഹദു അദുമു ഫഖദിഹിൽ യുംനാ, അവന്റെ വലത് കാലിന് തുടയല് അവൻ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നന്മകൾ മുഴുവനും വലത് കൈ വിളിച്ചു പറയുമ്പോ വലത് കാലിന്റെ തുടയൽ അനുകൂലമായ സാക്ഷി നിൽക്കുമത്രേ. തിന്മകൾ മുഴുവനും ഇടത് കൈ വിളിച്ചു പറയുമ്പോ വതശ്ഹദു അദുമു ഫഖദിഹിൽ യുസ്റാ, ഇടത് കാലിന്റെ തുടയല് അനുകൂലമായി സാക്ഷി നിൽക്കുമത്രേ. ഇടത് കാലിന്റെ തുടയല് അള്ളാഹുവിനോട് സാക്ഷി നിൽക്കും. പടച്ച റബ്ബേ, ഈ കൈക്ക് അനുകൂലമായി, ഇടത് കൈക്ക് അനുകൂലമായി. ഇടത് കൈ പറഞ്ഞത് കറക്റ്റാണ്. ഇവൻ ഇന്ന പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ്, എന്നെ അവൻ ഇന്ന പെണ്ണിന്റെ തുടഭാഗത്തേക്ക് അവൻ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് മനുഷ്യന്റെ തുട വിളിച്ചു പറയും നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആതിരക്ഷിക്കട്ടെ, അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ. ആരാ പഠിപ്പിക്കുന്നത്? ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഖുർആൻ യാസീൻ നമ്മളിത് ഓതുന്നുണ്ട്, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അർത്ഥം നമ്മൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ നാളെ ഉണ്ടാകാൻ പോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ തഖൂമു സഅ ലാ തഖൂമു സഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല, ഇമാം മഹദി കടന്നു വരികയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമു സഅ, ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ. ഹത്താ ഇന്ന റജുലു ലയഅശൽ മർആ, ഒരു മനുഷ്യൻ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ പരസ്യമായി ബന്ധപ്പെടുക രോഗാവസാനത്തിന്റെ അടയാളമാണ്. അവസാന കാലഘട്ടമാണ് പരസ്യമായി നടുറോഡിൽ വെച്ച് ബന്ധപ്പെടുക. പരസ്യമായി നടുറോഡിൽ വെച്ച് ബന്ധപ്പെടും. അപ്പൊ ആളുകൾ വന്നിട്ട് പറയും, നബി ഇത്തസൽതുമാനി തരീഖ, ഈ വഴിയിൽ നിന്ന് മാറി നിന്ന് ചെയ്യടാ എന്ന് ആളുകൾ പറയും. നബി മുഹമ്മദ് റസൂലുള്ളാഹി റോഡിൽ കടന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരു നൂലിനെ പോലും ബന്ധമില്ലാതെ ആളുകൾ പരസ്യമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ പറയടാ ഒന്ന് മാറിയെന്ന് ചെയ്തുകൂടെടാ എന്ന് പറയുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞുതരാൻ, لا تقوم الساعة حتى توجد المرأة جهارا نهارا تنكح وسط الطريق لا ينكر أحدا ولا يغيره. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ. ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ, പരസ്യമായി നട്ടുച്ചയ്ക്ക് സ്ത്രീകൾ പരസ്യ പലകയിൽ സ്ഥാനം പിടിച്ചതുപോലെ പരസ്യമായി സ്ത്രീകൾ വ്യഭിചരിക്കുന്നത് കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു, അതൊന്ന് ചെയ്യരുത് എന്ന് പറയാൻ അന്ന് ഒരാളും ഉണ്ടാവുകയില്ല. ഇപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തി. മറ്റേ നേരെ തിരിച്ചായിരുന്നു. ഉദാഹരണം പറഞ്ഞുതരാം. ബസ്സിൽ നമ്മൾ യാത്രയാണ്, എല്ലാവരും പോകുന്ന ബസ്സാണ്, എല്ലാവർക്കും ഉള്ള ബസ്സല്ല, അത് സ്വന്തം ആരെങ്കിലും ഒരാൾ മാത്രം ഒരു വീട്ടുകാരൻ മാത്രം ഓടുന്ന ബസ്സല്ല, എല്ലാവരും കൂടി പോകുന്ന ബസ്, KSRTC ബസ്. ഇല്ലെങ്കിൽ ട്രെയിനിൽ നോക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ, ആണും പെണ്ണും കൂടെ നിന്നിട്ട് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെട്ടിപ്പിടുത്തം, കിസ്. നോക്കുന്ന ആളുകൾ എങ്ങനെ നോക്കും? എന്താ നമുക്ക് ഇതിനുള്ള, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കും, ഞങ്ങളിത് നിങ്ങൾക്ക് എന്താണ്? ഇതാണ് ആളുകൾ. ഒരു മടിയില്ല, ഒരു മടിയില്ല. വെറുതെ പറയില്ല. ബസ്സിൽ ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഒരുത്തനൊരു മിണ്ടാട്ടയില്ല. റാഹത്ത്. ഞാനിതൊന്നും കണ്ടോട്ടെ, ലൈവായിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല, എൻ്റെ കയ്യിൽ ജിയോ സിം ഒന്നും ഇല്ല, ഇതല്ലാതെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ റാഹത്ത്. അതിന് ഒളിച്ചും പാത്തിരുന്ന് ഓരോരുത്തർ കാണുക. ചിലർ മൊബൈലെടുത്ത് ഇങ്ങനെ പതുക്കെ ഒന്നും അറിയാത്തവരെ മടി വെച്ച് വീഡിയോ പിടിക്കുക.
10 ദിവസത്തേക്ക് അവനുണ്ട് റാഹത്ത്. അതാണ് ആളുകൾ അല്ലാഹു കാത്തിരക്ഷിക്കണം. അല്ലാതെ പ്രതികരിക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും വാപ്പ പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും സഹോദരിമാർ പ്രതികരിക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ പ്രതികരിച്ചാൽ പെട്ടെന്ന് നാട്ടുകാരെല്ലാം കൂടി പൊങ്കാലയിടും. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? പെണ്ണുങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അന്യപുരുഷൻ വന്ന് മേത്ത് തൊട്ട് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്നവർ വളരെ കുറവ്. നാറ്റക്കേസാവെന്ന് പേടിച്ചിട്ടും മിണ്ടാതിരിക്കുക, അനങ്ങാതിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എവിടെ എത്തി ലോകം? എവിടെ എത്തി? ബസ്സിൽ കയറുമ്പോ, ട്രെയിനിൽ കയറുമ്പോ നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ ദർശിക്കുന്നതല്ലേ യുവമിഥുനങ്ങൾ പരസ്പരം അങ്ങോട്ട് കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തൊട്ട് ഒരുമിച്ചിരുന്ന് ചുംബനം കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ലേ പാർക്കിലും മാളിലുകളൊക്കെ? എന്താ ഇവിടെ ലോകം അവസാനിക്കാൻ പോവാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ലാ തഖൂമുസ്സആ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തരീഖ്. നടു റോഡിൽ വെച്ചുകൊണ്ട് പരസ്യമായി സ്ത്രീകൾ വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവുകയില്ല, ഒരാൾ പോലും അതിനെതിരെ സംസാരിക്കാനുണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഹബീബ് റസൂലുള്ളാഹി. മറ്റേ നേരത്തെ കുറച്ച് മുമ്പായിരുന്നു ഇവിടെ നിന്ന് മാറി നിന്നിട്ടൊക്കെ ചെയ്യണേന്നൊക്കെ കുറച്ച് ആളുകളൊക്കെ പറയായിരുന്നു. അപ്പൊ അതുമില്ല. ഇപ്പൊ മിണ്ടാതിരിക്കാണ് എല്ലാവരും. നമ്മളങ്ങോട്ട് കാണിച്ചിട്ട് അത് കണ്ടോ കണ്ടോ, അങ്ങോട്ട് നോക്കണ്ട, നടന്നോട്ടെ, അതൊക്കെ നടക്കും വിഷയം. ആരോടെങ്കിലും വന്നിട്ട് പറയട്ടെ, നിന്റെ മകളിതാ ഒരു കൂട്ടുകാരനുമായിട്ട് അവിടെ കണ്ട്, അവനുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്? അതിന് നിങ്ങൾക്കെന്താ, നിങ്ങളെന്തിനാന്ന് നോക്കി നടക്കുന്നത്? എന്റെ മോളല്ലേ, അവളെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവക്കറിയാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ മോടെ കാര്യം നോക്കിക്കൊണ്ട് നിങ്ങളാരും നിൽക്കണ്ട. ഈ പറയുന്നവനോട് ദേഷ്യം, സ്വന്തം മകളെ പറ്റി അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇന്നവനുമായിട്ട് കൂട്ടുകടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നവനോട് ദേഷ്യമുള്ള കാലഘട്ടം. അല്ലാതെ മകളുടെ കാര്യം ശ്രദ്ധിക്കല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കുമാർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് പിഴച്ചു പോയില്ലേ? മൊബൈൽ ഫോണിന്റെ ഉപയോഗം ദുരുപയോഗം മക്കൾ ഉണ്ടാകില്ലേ? സ്വന്തം മാതാപിതാക്കൾ അറിയുന്നില്ല, സ്വന്തം സഹോദരങ്ങൾ അറിയുന്നില്ല, കുടുംബാദികൾ അറിയുന്നില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇവരിങ്ങനെ പിഴച്ചടക്കാതെ മക്കളും കുടുംബങ്ങളും ആരും ശ്രദ്ധിക്കുന്നില്ല. എവിടെ എത്തിപ്പോയി മക്കള്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ മാതാപിതാക്കളെ ഒക്കെ കബളിപ്പിക്കാൻ. അവസാനം പിടിക്കപ്പെടുമ്പോ എന്താ പറയുന്നത്? മോക്ക് നിനക്ക് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അവസാനം ബന്ധപ്പെട്ട് നോക്കുമ്പോ എന്താ, വാപ്പാടെ മൊബൈൽ ഫോണും ഉമ്മാടെ മൊബൈൽ ഫോണും ഒക്കെ ഇവിടെ അറിയാതെ രാത്രിയിൽ എടുത്തിട്ട് പലരെയും വിളിക്കും, പലരുമായി ബന്ധപ്പെടും. വാപ്പക്കറിയില്ല, വാപ്പ പ്രായം ചെന്ന ഉപ്പ പകലെന്തിയോളം പണിയെടുത്ത് വൈകിട്ട് വന്ന് ഇവിടെയും കയറി കിടന്നുകൊണ്ട് ഉറങ്ങാണ്. അപ്പൊ ഫോൺ ഇപ്പുറത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് കുത്തിയിട്ടിരിക്കാം. മോളത് എടുത്തോണ്ട് നേരെ കൊണ്ടേ. മോക്ക് ഇതൊക്കെ അറിയാം, സിം എങ്ങനെ ഇടണം, നെറ്റ് എങ്ങനെ എടുക്കണം, ഇതൊക്കെ മോക്കറിയാം. രാവിലെ സുബൈക്ക് വാപ്പ നോക്കുമ്പോൾ എവിടെ ചാർജ് ഫുൾ മോളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം 3 മണി വരെ നെറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ 1 മണിക്കൂർ കുത്തിയിട്ടാൽ മതി, ചാർജ് കയറി. സുബൈക്ക് വാപ്പ ഫോൺ അത് റാഹത്ത് ചാർജ് വാപ്പ ഒന്നും അറിയത്തില്ല. ഇവിടെ മോശപ്പെട്ട തരത്തിലേക്ക് മക്കൾ പോവാം. മക്കളെ ശ്രദ്ധിക്കണം. മക്കൾ 10 മക്കളുണ്ടായിട്ട് കാര്യമില്ല. ഗുണപ്പെടണം. നമുക്ക് സാലിഹ്യങ്ങളാകണ്ടേ? മക്കളെ കൊണ്ട് പാരത്രിക ലോകത്ത് വിജയമുണ്ടാകണ്ടേ? എന്റെ മകൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എന്റെ ഈ മകനെ കൊണ്ട് എനിക്ക് ഖബറിൽ തുണയുണ്ടാകുമെന്ന് നിർബന്ധം വെക്കുന്ന ഏത് ഉപ്പമാരുണ്ട്, ഏത് ഉമ്മമാരുണ്ട്? ഇപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് മക്കളുണ്ടല്ലോ, 4-3 മക്കൾ അള്ളാഹു നൽകി. മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്? അള്ളാഹു അവരുടെ വേദന പടച്ചറപ്പിനെ അറിയുള്ളൂ. അള്ളാഹു സാലിഹ്യങ്ങളാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾ ഉണ്ടായവരുടെ കഥയായി പറയുന്നത്, നമുക്ക് ഇപ്പോഴുള്ള മക്കള് സാലിഹ്യങ്ങളാകുമെന്ന് ഉറപ്പുണ്ടോ? ആർക്കാ ഉറപ്പുള്ളത്? ഇപ്പോഴത്തെ മക്കളുടെ പോക്ക് കാണുമ്പോ ആ മക്കള് വൈകിട്ട് 12 മണിക്കാണ് കയറി വരുന്നത്. ചോദിക്കും, വല്ല കഴിച്ചോടാ, ഈ ക്ഷീണിച്ചാകെ മെലിഞ്ഞ് ഒട്ടിയിരിക്കുകയാണ്, വല്ലപ്പോൾ ഞണ്ണിയിട്ട് വന്ന് കിടക്കും എന്നാ വാപ്പ പറയും. അപ്പോഴും അവനെ കഴിപ്പിക്കുകയാണ് വാപ്പായും ഉമ്മായും. ഇവന് വലിയ ആഹാരം വെച്ച് വിളമ്പാൻ വലിയ തൃപ്തി. ഇതാണോ മക്കള്? ഈ മക്കളെ കൊണ്ട് നമുക്ക് വല്ല രക്ഷയുണ്ടോ? ഈ മക്കൾ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമോ? മക്കൾ വന്നിട്ട് ഖബറിന്റെ സമീപത്ത് നേരെ ചൊവ്വോ മണ്ണിടുവോ? മണ്ണിടാൻ അറിയുമോ? ഇന്നത്തെ മക്കൾക്ക് മണ്ണിടാൻ അറിയോ? ഇവിടെ നിന്നിട്ട് ഒറ്റ കയറ് ഫ്രണ്ട് നിൽക്കുന്നവന്റെ തലവഴി മണ്ണെല്ലാം മണ്ണിടും. ഏറ്റവും ബാക്കി നിന്നിട്ട് മണ്ണ് പൊക്കിയൊരൊറ്റ കയറും.
3 പിടി മണ്ണിടണമെന്നും അത് 2 കൈ കൊണ്ടും കൂട്ടിയിടണമെന്നും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും എന്ന് പറഞ്ഞ് രണ്ടാമത്തത് നരയുടെ ഭാഗത്ത്, മൂന്നാമത്തത് വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ എന്ന് പറഞ്ഞ് കാലിന്റെ ഭാഗത്ത്. ഏത് സഹോദരനാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? കുറച്ച് പ്രായമുള്ള ആളുകൾ, ആലിമീങ്ങൾ, ഉസ്താദുമാരും മുത്തല്ലിമീങ്ങൾ അവർ ചെയ്തു. അല്ലാഹ് ബാക്കി പിന്നെ അങ്ങോട്ട് അടുത്തോട്ടാരും പോകുന്ന പോലുമില്ല. ഖബറിന്റെ അടുത്തോട്ട് പോകാൻ പോലും ഇല്ല. മയ്യിത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നാരങ്ങ വെള്ളവും ഏത്തപ്പഴവും അല്ലാഹ് അത് കഴിച്ചിട്ട് വേഗം ഇറങ്ങി പോകുന്ന കൗമാണ് വരുന്നത്. വേഗം ഇത് വലിയ ക്ഷീണം പിടിച്ച് ഇപ്പം മയ്യത്തിന്റെ കൂടെ കുറച്ചുകൊണ്ട് 1.5 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നാരങ്ങ വെള്ളവും ഏത്തപ്പഴവും വേഗം കൊടുക്കണം. എന്നാൽ അത് കഴിച്ചിട്ട് വേഗം അല്ലാഹ് ഖബറിന്റെ അടുത്തോട്ട് വന്ന് ഒരു ദ്വാരക്കാൻ പോലും ആൾക്കാരില്ല. അത് കുറച്ച് ആളുകളുമായി ബന്ധപ്പെട്ട് അവർ പോയിക്കോട്ടെ, ഉസ്താദുമാർ മുത്തല്ലിമീങ്ങൾ അവർ മാത്രം. ഇതൊക്കെ അല്ലേ ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളിനി എന്നാണ് നന്നാവുക? നന്നാകുക? എത്ര വാഴ് നമ്മൾ കേട്ടു. ഇപ്പൊ 5 ദിവസം തന്നെ തുടർച്ചയായിട്ട് നമ്മൾ വാഴ് കേട്ടു. നമുക്കൊരു മാറ്റം വരണ്ടേ? സുബഹിസ്കരിക്കാൻ എത്ര പേര് ജമാഅത്തിന് വരുന്നുണ്ട്? ഈ വാഴൊക്കെ കഴിഞ്ഞിട്ടും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങല്ലേ? ആരാണ് സുബഹിക്ക് ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ പങ്കെടുക്കുന്നത്? പിന്നെന്ത് നമുക്ക് ശ്രേഷ്ഠ? നമ്മൾ വാഴ്ന്നുകൊണ്ട് പിന്നെന്താ അർത്ഥമാക്കുന്നത്? എന്ത് ജീവിതത്തിലെ മാറ്റം? എത്ര വർഷങ്ങളായി നമ്മൾ വാഴ്ന്നു കേൾക്കുന്നു? എത്ര വർഷമായി CMAയുടെ പ്രവർത്തകർ വാഴ്ന്നു വെക്കുന്നു? നമുക്കൊന്ന് നന്നാവണ്ടേ? 60 കഴിഞ്ഞിട്ട് നന്നാവെന്ന് പറഞ്ഞാൽ 60 വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ട്? അഹമ്മദ് സാഹിബ് നിയമസഭയിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഞാൻ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹം പോയത്. പക്ഷേ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് വിട പറയിച്ചില്ലേ? ചിന്തിച്ചു നോക്ക്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രാസംഗികർ മരണപ്പെട്ടു പോയില്ലേ? ചിന്തിച്ചു നോക്ക്. എപ്പോഴും ആർക്കാണ് ഇവിടെ ശാശ്വതികത്വം കിട്ടിയിട്ടുള്ളത്? ഏറ്റവും വലിയ സമ്പന്നന് ഖാറൂൻ, ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി, മരണത്തിലേക്ക് പോയില്ലേ? ഏറ്റവും വലിയ മോശപ്പെട്ട ആളുകൾ ഫിർഔൻ മരണത്തിലേക്ക് പോയില്ലേ? നമ്രൂദ് ഒരു ചെറിയ ഈച്ചയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊന്നുകളഞ്ഞില്ലേ? എന്താ പഠിക്കാത്തത്? നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ? ആഖിറത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? ഈ വ്യഭിചാരത്തിൻ്റെതാകുന്ന നോട്ടവും മോശപ്പെട്ടതാകുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ കാതുകളെയും നമ്മൾ കൊണ്ടുപോകുക. പാതിരാത്രി സമയത്ത് എർസത്ത് വെച്ച് കൂട്ടുകാരങ്ങനെ കിടക്കണം. മുസ്ലിം സഹോദരങ്ങൾ സിനിമാ പാട്ടും കേട്ടുകൊണ്ട് എത്ര നേരം ഒരു പ്രശ്നമില്ല. 10 മിനിറ്റ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേൾക്കാൻ പറഞ്ഞവന് സമയമില്ല. വാതിന്റെ സദസ്സിലിരിക്കാൻ ഒരു സമയമില്ല. ഉസ്താദ് വിളിക്കുക, പാടാ ഖുർആൻ പഠിപ്പിക്കാം, വെക്കേഷൻ ടൈമല്ലേ, ബാബാ എല്ലാവരും വാ എന്ന് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദുമാര് മഹല്ലത്തിലുള്ള ഉസ്താദുമാര് തയ്യാറായാൽ പോലും നമ്മുടെ മക്കളെ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് നല്ലതുപോലെ ഓതിയില്ലെങ്കിൽ അവന്റെ നമസ്കാരം തന്നെ സ്വീകരിക്കില്ല. അള്ളാഹു നമസ്കാരം പോലും സ്വീകരിക്കില്ല. അപ്പൊ ഫാത്തിഹ എനിക്ക് നല്ലതുപോലെ പഠിക്കണം ഉസ്താദ് എന്റെ ഫാത്തിഹ ഒന്ന് കേട്ടു നോക്ക്, ഞാനൊന്ന് ഓതിത്തരാം എന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി ഉസ്താദുമാരെ കൊണ്ട് ഓതിച്ച് പഠിച്ച ആളുകൾ എത്ര പേരുണ്ട്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മളിനി എന്നാണ് നന്നാവുക? എന്നാണ് രക്ഷപ്പെടുക? നമ്മളിങ്ങനെ സിനിമയും കണ്ട് ഈ വെക്കേഷൻ ടൈം ആകുമ്പോഴേക്ക് കുറെ സിനിമ കാണാം, കുറെ പടം കാണാം എന്നുള്ള ചിന്താഗതിയിലായി പോയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തസിനൂ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ വ്യഭിചരിക്കരുതേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അവരുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് നിങ്ങൾ ചായരുതേ. ലാ തസിനൂ, വ്യഭിചരിക്കരുതേ. എന്തേ കാരണമെന്നറിയുമോ? ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയോടുള്ളതാകുന്ന സുഖത്തിന്റെ ആസ്വാദനയെ അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യ പെണ്ണുമായി മനസ്സുകൊണ്ടിണക്കം വെക്കുന്നവന് പോലും പിന്നെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ റാഹത്തുണ്ടാവൂല, തൃപ്തി ഉണ്ടാവൂല, സംതൃപ്തി ഉണ്ടാവൂല. ആദ്യത്തെ സംതൃപ്തി അല്ലാഹു കൊടുക്കൂല. ഇതുപോലെ തന്നെ ഭാര്യയും അന്യപരപുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയാൽ സ്വന്തം ഭർത്താവുമായി പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു ഭർത്താവിനോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടുള്ളതാകുന്ന സംതൃപ്തിയെ അള്ളാഹു എടുത്തു കളയും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു ആത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അങ്ങനെ വ്യഭിചാരം അധികരിക്കും. അത് കഴിഞ്ഞ റസൂൽ പറഞ്ഞു കള്ളുകൂടി അധികരിക്കും. ഞാൻ പറയുന്നില്ല, സമയം ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലല്ലോ, നമുക്കിപ്പോ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
വ്യഭിചാരം അധികരിക്കും, അതോടൊപ്പം തന്നെ വീണ്ടും അധികരിക്കും. അല്ലാഹുവിന്റെ റസൂൽ കള്ളുകുടി അധികരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ലോകം മുഴുവനും അരാജകത്വം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട മക്കയിൽ പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചുവട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞ 40 വയസ്സുള്ള ഒരു മനുഷ്യൻ കടന്നു വരുമത്രേ. ഇസ്മുഹു മുഹമ്മദുൻ യുവാതിഉ ഇസ്മി ബിഇസ്മിഹി. എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട മഹദി ഇമാമാണത്. 40 വയസ്സാണ് അദ്ദേഹത്തിനെന്നുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലോകം മുഴുവനും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. കാരണം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് തുറക്കി നഷ്ടപ്പെട്ടു പോവുകയും മുസ്ലിമീങ്ങൾ മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക സ്രോതസ് മുഴുവനും ഇല്ലാതാവുകയും സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്കിടയിലേക്ക് സമാധാനത്തിന്റെ ദൂതനായി, സമാധാനത്തിന്റെ തെളിനീരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൽ പുണ്യമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുമത്രേ. അദ്ദേഹത്തെ ആദ്യമായി മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. ആദ്യമായി മദീനക്കാര് വന്ന് ബൈഅത്ത് ചെയ്യും. പിന്നീട് മക്കക്കാര് ബൈഅത്ത് ചെയ്യും. പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യും. പിന്നീട് തുർക്കികൾ ബൈഅത്ത് ചെയ്യും. പിന്നീട് ലോകത്തുള്ള സർവ്വവിശ്വാസികളും അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, നിങ്ങൾ അൽ അമീനാണ്, നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, നിങ്ങൾ ഞങ്ങളുടെ ഇമാമാണെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുമത്രേ. റളിയല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുവാതിഉ ഇസ്മി ബിസ്മിഹി വഇസ്മു അബീഹി ബിസ്മി അബീ മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലതി ഹസൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഉപ്പയുടെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്. അഥവാ എന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്. അഥവാ എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മിൻ ഔലാദി ഫാത്തിമ, എന്റെ മകളാകുന്ന ഫാത്തിമയുടെ സന്താന പരമ്പരയാണ്. ഹസൻ എന്ന് പറയുന്ന മകനിന്റെ പരമ്പരയിലൂടെയാണ് മഹാനവറുകൾ കടന്നു വരിക എന്നും ഹബീബായ റസൂലുള്ളാഹി. ലോകം മുഴുവനും സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുമ്പോ മഹാനവറുകളുടെ അടുക്കലേക്ക് മുഅ്മിനീങ്ങൾ കടന്നു ചെല്ലുകയാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല വന്നിട്ട് അങ്ങോട്ട് ഓടാത്ത ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അദ്ദേഹം സമ്പത്ത് വിഭിന്നു കൊടുക്കുമത്രേ. അദ്ദേഹം സമ്പത്ത് വീതിച്ചു കൊടുക്കുമത്രേ. ലാ യഹ്സിൽ മാല ഹസിയാ ലം യഉദ്ദുഹു അദ്ദാ. യഹ്സിൽ മാല ഹസിയൻ ലാ യഉദ്ദുഹു അദ്ദാ. ശഫീഉനാ റസൂലുള്ളാഹി. പൈസ ഇങ്ങനെ വാരി വാരി വിതറും, എണ്ണൂല. എണ്ണി വെക്കുന്ന പരിപാടി ആർക്കില്ല, മഹദി ഇമാമിനില്ല. കാശിന്റെ ബഹളമായിരിക്കും, രക്ഷയുണ്ടാകും. പൈസ ഇല്ല, എല്ലാവരും ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സമ്പാദ്യശീലം ഉണ്ടാക്കുക. സമ്പാദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക, ഹലാലായ മാർഗത്തിൽ നിങ്ങളെ ചെലവഴിക്കുക, ദൂർത്തും ദുർവ്യവും ഇല്ലാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ദുആഉം ഇബാദത്തുമായി നിങ്ങൾ കഴിഞ്ഞുകൂടുക. അങ്ങനെ ഇരിക്കുമ്പോൾ മഹദി ഇമാമിനെ നിങ്ങൾക്ക് നൽകാൻ. മഹദി ഇമാം വന്നു കഴിയുമ്പോൾ പൈസ ഇല്ലാത്ത ആളുകളൊക്കെ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോ യഹ്സിൽ മാല ഹഫിയൻ, പൈസ ഇങ്ങനെ വാരി വിതറും. ലാ യഉദ്ദുഹു അദ്ദാ. ശഫീഉനാ റസൂലുള്ളാഹി. എണ്ണി തിട്ടപ്പെടുത്തുന്ന പരിപാടിയില്ല, എണ്ണുന്ന പരിപാടി ആർക്കില്ല, മഹദി ഇമാമിനില്ല. മിൻ സുലാ